പലരും പല മീറ്റിങ്ങുകളിൽ വന്നു, പക്ഷെ ഒരുമിച്ച് കൂടുന്നതെന്നാണ്. പിന്നെ സ്ഥിരം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സജി ആൻഡ് ഫാമിലി വന്നിട്ടില്ല. പിന്നെ സുരേഷിന്റെ സ്പൗസ് സുമ സ്ഥലത്തില്ല. ഉണ്ണി ആൻഡ് എന്താണ് ഉണ്ണിയും പ്രിയം. അപ്പൊ ഇത്രയും പേരെ കൂടെ സ്വാഗതം ചെയ്യുന്നു. അവരുടെ അസാന്നിധ്യത്തിലും കൂടെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇന്ന് വളരെ നല്ല ഒരു സംഗീതം അല്ലെങ്കിൽ ഡാൻസ് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഡോണ്ട് ഫീൽ ഷൈ അബൌട്ട് ദാറ്റ്. കാരണം വേറൊന്നുമല്ല, ആരും ഇതിനകത്ത് എക്സ്പെർട്സ് ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നാൽ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് കാണിക്കുക, ഇത്രയേ ഉള്ളൂ. ആ ഒരു ഇത്. കാരണം അതിവിടെ ജോൺ ഒരു എക്സാമ്പിൾ പറഞ്ഞ കഴിയുള്ള സുരേഷ് പോലും ഡാൻസ് ചെയ്തെന്ന് പറഞ്ഞത്. സുരേഷ് എന്റെ വൈഫ്, പുള്ളിക്കാരി പറഞ്ഞ ഒന്നിലും വരാത്തതാണ്. പുള്ളിക്കാരി ഡാൻസ് ചെയ്തു. ആണോ? അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെ നമുക്ക് വൈകുന്നേരം വരെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് പോകാനായിട്ട് എല്ലാവരോടും നല്ല ആശംസയോടുകൂടി നിർത്തുന്നു. മറ്റൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ ജോർജ് ഘോഷയുടെയും ഷൈലയുടെയും വിവാഹ വാർഷിക ദിനമാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഞാനതുകൊണ്ട് മെസ്സേജ് ഒന്നും ടൈപ്പ് ചെയ്യുന്നില്ല, ഞാൻ നേരിട്ട് തന്നെ പറയുകയാണ്. പിന്നെ അതിനും സ്പെഷ്യൽ താങ്ക്സ് ടു ജോൺ വർഗീസ്. കാരണം ആസ് യൂഷ്വൽ ഇതൊക്കെ നമ്മൾ മറന്നു പോകാമായിരുന്ന ഡേറ്റ്സ് ആണ്. പുള്ളി അത് കൃത്യമായിട്ട് അപ്പോ അതുപോലെ ഞങ്ങളുടെ ഈ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രധാന ദിവസങ്ങളെല്ലാം ആ ജോൺ വർഗീസിന്റെ ബ്രെയിനിൽ അല്ലെങ്കിൽ ജോൺ വർഗീസിന്റെ മെമ്മറിയിലുണ്ട്. അത് കൃത്യമായി എല്ലാവർക്കും മെസ്സേജ് അയക്കാറുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി പുള്ളിയുടെ ഒരു മെസ്സേജ് ഞങ്ങൾ തിരിച്ചയക്കാറില്ല പുള്ളിയുടെ. കാരണം ഞങ്ങൾക്ക് ആർക്കും ഓർമ്മയില്ല. ജോൺ വർഗീസ് പക്ഷേ കൃത്യമായിട്ട് ഇന്ന് രാവിലെ തുറന്നു നോക്കും. ഇന്നും ബസ്സിൽ കയറിയപ്പോഴാരോ പറഞ്ഞത്, ഇന്ന് രാവിലെ 5 മണിക്കാണ് ഞാൻ ഓർത്തതാ ഇവരുടെ കഴിഞ്ഞിട്ടാണ് ശൈല ആരോ പറയുന്നത് ജോർജ് ഘോഷിയുടെ. പിന്നെ ഇവിടെ വന്നിട്ട് അറിഞ്ഞാൽ മതി എന്നൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അപ്പൊ ആയിക്കോട്ടെ. ഇനി ഹൗ താങ്ക്സ് ടു യു. ഇനി നമുക്ക് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം ഒരു പ്രാർത്ഥനാഗാനമുണ്ട്. ഇറ്റ് ഇസ് വെരി till the beginning of the program. അത് കഴിഞ്ഞപ്പോൾ ഫോർമാറ്റ് എല്ലാം മാറും. നമ്മൾ വളരെ ഇൻഫോർമൽ ആകും. യു ക്യാൻ ഓൾസോ ബി ഇൻഫോർമൽ. പിന്നെ ഒന്ന് അത്, രണ്ട് നമുക്ക് ഇന്നത്തെ എന്താ വിശുദ്ധ അല്ലെങ്കിൽ ഇന്നത്തെ സേക്രഡ് കപ്പിളിനെ നമുക്ക് ഒരു കേക്ക് കട്ടിങ്ങിന് വേണ്ടി വിളിക്കാം. എല്ലാം വിത്ത് നമ്മുടെ പുതിയ രണ്ട് കപ്പിളും കൂടെ വേറെ ഉണ്ട്. അവർ 4 പേരും കൂടി ആ കേക്ക് കട്ടിങ് നടത്തണം. തൽക്കാലം ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് മാറുന്നു. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. താങ്ക് യു. ഒരു പ്രാർത്ഥനാഗാനം നിങ്ങൾ എല്ലാവരും കൂടെ കുടിക്കാൻ മാർഗമുണ്ടോ? ഉണ്ടോ? അവിടെ അല്ല വേണമെങ്കിൽ നമുക്ക് അത് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റും. ലോകം മുഴുവൻ സുഖം പകരാന സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാന സ്നേഹദീപമേ മിഴി തുറക്കൂ. അല്ല, നമ്മളെ സംബന്ധിച്ച് ഇവരും നമ്മുടെ വേണേ 4 പേരും 6 പേരോടെ ഒന്നും കട്ട് ചെയ്ത് കേട്ടോ. അവരെ മാറ്റണം. ഒരുമിച്ചാത്തി മതി അല്ലേ? അവർ 4 പേരോടെ കട്ട് ചെയ്യും. ജോർജ് ചേച്ചി എവിടെ പോയി? അവിടെ
നിതിൻ, സച്ചിൻ, കാവ്യ, അതെ എല്ലാവരും കൂടെ കൂടി. ശൈല, കോശി. ആ അതെ അടുത്തടുത്ത് നിൽക്ക്. ഇനി മുറിക്കാൻ വേണമെങ്കിൽ ഞാൻ മുറിക്കാം. ഇല്ല അല്ലേ? നമുക്ക് കഴിക്കാം. അതെ 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 കട്ട്. ഇനി അവർ കട്ട് ചെയ്തു. ആ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കൊട. ഉയ്യോ ജോർജ് വാശിയേ. ഇപ്പോഴൊക്കെ അല്ലേ വല്ലതും പറയാൻ പറ്റും കേട്ടോ. തിരിച്ചുകൂടെ കൊട. Next song by Shaila. സാമ്പ്രാണി കൂടി നമുക്കൊന്ന് ഇറങ്ങണ്ടേ? ഒന്ന് കണ്ടിട്ട് പോവാം. നവദമ്പതികൾക്ക് മംഗളം നേർന്നുകൊണ്ടൊരു ഗാനം. ഒന്ന് നിർത്തി ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ. മംഗളമേഘണി കാരുണ്യവാരിധി ദമ്പതികൾ ഇന്ന്. മംഗളമേഘണി കാരുണ്യവാരിധി ദമ്പതികൾക്കിന്ന്. നവവരനാനിധിനെയും നവവധുവാനിയും കാത്തിടണമെന്നു ടൈലർ മെയ്ഡ് നൽകണേ നിന്നൂടെ ദാനങ്ങൾ എന്നുമേ ദമ്പതികൾക്ക് നീ ദാനമായി നൽകണേ കരുണയോടെന്നും. നൽകണേ നിന്നൂടെ ദാനങ്ങൾ ഞങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. തെറിയൊന്നും പറയില്ല. ഞങ്ങൾ എവിടെയെങ്കിലും ചിലപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആയാലും മതി, നമുക്ക് മനസ്സിലാവത്തില്ല. ഓ ബ്രാവോ. കുഞ്ഞുങ്ങളെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും തരുകയാണ്. ആ സമയത്തിന് നമ്മുടെ ആസ്ഥാന ഗായകന്റെ നല്ലൊരു ഗാനം ആസ്വദിക്കാം. ആസ്ഥാന കവി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ആസ്ഥാന ഗായകനുണ്ട്, ആസ്ഥാന ക്ഷത്രിയനുണ്ട്. Silence, please. തുടങ്ങട്ടെ. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ശുഭസായാഹ്നം പോലെ ശുഭസായാഹ്നം പോലെ തെളിനീരം കളിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി.
ഋതുരാഗം ചൂടി യമുനയിലൊരു വനാലരായൊഴുകിയ ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായൊഴുകിയ മധുരിമ തഴുകിയ മുരളിയിലൊരു യുഗ സംഭ്രമഗീതയുണർത്തുന്ന പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാഹ്നം പോലെ ശുഭസായാഹ്നം പോലെ തെളിദീപം കളിനിഴലിൻ കൈകൊട്ടി നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം അല്ല, ഇവിടെ ഒരാൾക്ക് ഭാര്യയെ പറ്റി പറഞ്ഞു. ശൈലജ, പുതിയ ഭാര്യയെ വാസന്തി വാതുക്കലെത്തുന്ന നേരം ചിരിക്കുന്ന വാസന്തി ദുഃഖം വരുമ്പോൾ തലോടി ദുഃഖം വരുമ്പോൾ തലോടി മയക്കുന്ന മൃദുലപാതങ്ങള ജീവിത സൗഭാഗ്യമധുരം നീരിത്തവിക്കുന്ന മാനസത്തിൽ പനിനീരു തളിക്കുന്നു ഭാര്യ നീരിത്തവിക്കുന്ന മാനസത്തിൽ പനിനീരു തളിക്കുന്നു ഭാര്യ പൂവായി നിലവായി കുളിരായി കുതൂഹമായി പൂത്തുല്ലസിക്കുന്നു ഭാര്യ പൈകിളിയാകുന്നു രാക്കിളിയാകുന്നു സംഗീതമാകുന്നു ഭാര്യ പൈകിളിയാകുന്നു രാക്കിളിയാകുന്നു സംഗീതമാകുന്നു രാക്ഷസിയാവുന്നു കേട്ടോ എന്റെ ഭാര്യ നേരം ചിരിക്കുന്ന വാസന്തി പൂവാനോ ഭാര്യ ദുഃഖം വരുമ്പോൾ തലോടി മയക്കുന്ന പൈകണ്ണിയാണു ഭാര്യ നിവിന്റെ ഭാര്യ
വർഗീയുടെ ഗാനവും കഴിഞ്ഞു. നിങ്ങൾ വിഷമിക്കുന്ന എന്തായാലും ഹൗ ലക്കി വേണു ഇസ് ഇത്രയും നല്ലൊരു ഭാര്യ. ഞങ്ങളൊക്കെ അതുപോലെ അങ്ങനെ ആരും പാടുന്നില്ല. എപ്പോഴും ശൈലജയെ പറ്റി പാടുന്നു. ഞങ്ങള് സംസ്കൃതത്തിലൊക്കെ പറയുന്നേ അതുകൊണ്ട് അതെ അതെ എല്ലാവരും ഹാപ്പി. എത്ര വർഷം കഴിഞ്ഞാലും എല്ലാവരും ഹാപ്പി ആയിട്ട് അത്ര. അനുസരണാശീലം കുടുംബജീവിതത്തിൽ ഉത്തമം. അണ്ടർസ്റ്റുഡ് ഇങ്ങോട്ടും അങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ്. അതെ 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 എന്റേതും അതുപോലെ എന്റെ ക്വസ്റ്റ്യൻ മൂന്ന് ക്വസ്റ്റ്യൻ സമ്മാനം ഇല്ല. എന്നാ ഞങ്ങളതിന് പങ്കെടുക്കും. മനസ്സിലാവുന്നില്ല. കണ്ണാടി വായിച്ചു തരാം വേണോ? ശൈലയോട് കൊടുക്കുന്ന ശൈല ചെയ്യണം. റെഡിയായി വന്നോ? മൂന്നെണ്ണേ മൈക്ക് കൊടുക്കൂ. സന്തോഷം വളരെ കൂലങ്കഷമായി ചിന്തിച്ച് 2-3 ക്വസ്റ്റ്യൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടു മൂന്ന് ഹലോ